ഗുഡ് ഈവനിങ് എവ്രി വൺ. ലിറ്റററി ലെൻസിന്റെ 54ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നസീഫ് കാലയത്ത് എഴുതിയിട്ടുള്ള ഖദീജ പറയുന്ന ഒരു പുസ്തകമാണ്. നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈവൻ സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിക്കോട്ടെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അത് നമുക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ജേർണലിസ്റ്റും റൈറ്ററും ആയിട്ടുള്ള KV നദീർ സാറാണ്. സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. സർ പ്ലീസ്. സർ ഓഡിബിൾ അല്ല സർ. ഓക്കെ അല്ലേ? നേരെ പുസ്തകത്തിലേക്ക് വരാം. കുറച്ച് ഒരു 5 മിനിറ്റ് വൈകി. പിന്നെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വലിയ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു പുസ്തകം കൂടിയാണ്. ഒരുപക്ഷെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പുസ്തകങ്ങളിൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടതും കുറെ ആളുകൾ വായിച്ചതുമായ പുസ്തകമാണ്. ഏതാണ്ട് 10ാമത്തെ പതിപ്പ്, ഏതാണ്ട് ഒരു വർഷത്തിനകം വായനക്കാരിലേക്ക് എത്തിയ 10,000-കണക്കിന് കോപ്പികൾ ആളുകൾ വായിച്ച ഒരു പുസ്തകം കൂടിയാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും വായിച്ചൊരു പുസ്തകം കൂടി ആകാം ഇത്. എനിക്ക് തോന്നുന്നു ഇപ്പോ പ്രത്യേകിച്ച് ഈ വായനാ വാരത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഇതിലേറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്നുള്ളത് എന്തിനു വായിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ കൃത്യമായ ഉത്തരം വേണ്ട, ഓരോ കാലത്തും പുതിയ ഉത്തരങ്ങൾ തേടേണ്ടുന്ന ഒന്നുകൂടിയാണ് എന്തിന് വായിക്കണം എന്നുള്ളത്. ഒരുപക്ഷെ 10 വർഷം മുമ്പ് നമുക്ക് പറയാൻ സാധിച്ചിരുന്ന ഒരു ഉത്തരം അല്ല ഇപ്പോ നമുക്ക് ആ എന്തിന് വായിക്കണം എന്നതിന് ഉത്തരമായി നൽകാൻ പറ്റും. ഓരോ കാലത്തും അതിന്റെ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോ എന്താ പറയാ, കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ചോദിച്ചത്, വായിക്കുന്നത് കൊണ്ട് പൊതുസമൂഹത്തിന് എന്താണ് നേട്ടം, അല്ലെങ്കിൽ വായിക്കുന്ന ആളുകളെ കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, ഒരു നേതാവ് ചോദിച്ചത് നമ്മൾ കേട്ടു. അതിന്റെ ഉത്തരം എന്നുള്ളത് വളരെ പ്രസക്തമാണ്. എന്തിനു വായിക്കണം എന്ന ചോദ്യത്തിന് നേർക്ക് നേരെ പറയാൻ കഴിയുന്ന ഉത്തരം എന്നുള്ളത് മനുഷ്യരെ നനവുള്ളവരാക്കി മാറ്റാൻ പുതിയ കാലത്ത് വായന കൂടിയേ തീരൂ എന്നുള്ളതാണ്. നമ്മളെ ഓരോരുത്തരെയും നനവുള്ളതാക്കി മാറ്റാന്നുള്ളതാണ്. പലപ്പോഴും മനുഷ്യരിലെ എന്താ പറയാ, ഈ ചെയ്തികളെ കുറിച്ച്, അവരുടെ ക്രൂരതകളെ കുറിച്ച്, മനുഷ്യത്വമില്ലായ്മയെ കുറിച്ച്, ബന്ധങ്ങളിലെ തകർച്ചയെ കുറിച്ചൊക്കെ നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. എങ്ങനെ മനുഷ്യരെ മനുഷ്യത്വമുള്ളവരാക്കി മാറ്റാം എന്ന ആലോചനക്കുള്ള സമകാലീന ഉത്തരം കൂടിയാണ് വായന എന്നുള്ളത്. ഇപ്പോ ഖദീജ എന്ന പുസ്തകം നസീഫ് കലയത്ത് എഴുതിയ വളരെ മനോഹരമായ നോവൽ, ഒരു പക്ഷേ എന്താ പറയാ, ഒരു സിനിമാറ്റിക് ഡ്രാമ എന്ന തലത്തിൽ നമുക്ക് എടുക്കാവുന്ന ഒരു പുസ്തകം കൂടിയാണ് ഇത്. ഇതിലെ കഥാപാത്രങ്ങൾ ഓരോന്നും നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് എത്താൻ സാധിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്നുള്ളത് ഇതിലെ മനുഷ്യരെ പോലെ നമുക്ക് എങ്ങനെ ആകാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിൽ പറയുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നമുക്ക് എങ്ങനെ പെടാൻ സാധിക്കും എന്നുള്ള വലിയൊരു ആഗ്രഹം ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഇത്രയധികം ആളുകൾ വായിക്കുകയും നെഞ്ചോട് ചേർക്കുകയും കൂടെ ചേർക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ് ഇതിന്റെ വായനയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതില് ധാരാളം മനുഷ്യരെ ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ വായനയും നമുക്ക് ഉണ്ടാക്കി തരുന്ന പോസിറ്റീവ് എന്ത് എന്നുള്ളത് ചോദിച്ചാല് കുറെ മനുഷ്യരെ, നന്മയുള്ള കുറെ മനുഷ്യരെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ഒരു ഇത്തിരി വട്ടത്തിനകത്ത് ജീവിച്ചു തീർക്കുന്ന മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ നന്മകളുള്ള, വ്യത്യസ്തങ്ങളായ സ്വഭാവ വൈശിഷ്ട്യങ്ങളുള്ള മനുഷ്യരെ പരിചയപ്പെടുത്തുന്ന ഒന്നാണ് വായന എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ അതിൽ നമ്മൾ പരിചയപ്പെടുന്ന കഥാപാത്രങ്ങൾ ഓരോന്നും വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെ, വ്യത്യസ്തങ്ങളായ ജീവിത പരീക്ഷണങ്ങളെ, പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുകയും അതിനെയൊക്കെ മുറിച്ചു കടക്കുകയും
നന്മ കൊണ്ട് അതിനെയൊക്കെ വിജയിക്കുകയും ചെയ്ത കുറെ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കുറെ മനുഷ്യർ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് ഖദീജ എന്നുള്ളത്. ഇതിൽ പ്രധാനമായി 5 കഥാപാത്രങ്ങളാണ് ഏറ്റവും സുപ്രധാനമായി ഇതിന്റെ കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കടന്നു പോകുന്നത്. ഒന്നാമത്തെയാൾ അബൂക്കയാണ്. അബൂക്ക എന്ന കഥാപാത്രമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അബൂക്കയെ സംബന്ധിച്ചിടത്തോളം അബൂക്ക മനുഷ്യരായ മനുഷ്യരെ മുഴുവനും ചേർത്ത് പിടിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി സ്വയം ത്യജിക്കുന്ന, എല്ലാ മനുഷ്യരെയും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, പ്രണയം എങ്ങനെ മനസ്സിനകത്ത് പേറി നടക്കുന്ന ഒരു മനുഷ്യനാണ് അബൂക്ക എന്നുള്ളത്. ഇതിൽ രണ്ടാമത്തെ കഥാപാത്രം ആയിഷയാണ്. ആയിഷ ഇപ്പറഞ്ഞ പോലെ പ്രണയത്തിനപ്പുറത്ത് സൗഹൃദത്തിന്റെ ഒരു മഹാപ്രപഞ്ചത്തെ, വലിയൊരു ആകാശത്തെ തുറന്നിടുന്ന ഒരു കഥാപാത്രമാണ്. ഖദീജ, ഈ പുസ്തകത്തിന്റെ പേരിലുള്ള ഖദീജ ഇതിലെ ഒരു എന്താ പറയുക കേന്ദ്ര കഥാപാത്രമായി അവതരിക്കുന്ന ഒരാളാണ്. ഖദീജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞ പോലെ സ്നേഹിക്കുന്നവരെയൊക്കെയും ചേർത്തണക്കാനും അവരെയൊക്കെയും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പ്രാപ്തിയുള്ള തരത്തിൽ വിശാലമായ മനസ്സിനെ പ്രകടമാക്കുന്ന ഒരു കഥാപാത്രമാണ്. വേറൊരാള് ഹസനിക്കയാണ്. ഹസനിക്ക അബൂക്കയുടെ സുഹൃത്താണ്. ഒരു സുഹൃത്ത് എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ആകെ തുകയാണ് ഹസനിക്ക എന്ന കഥാപാത്രം. മറ്റൊരാള് ഹംസക്കുട്ടിയാണ്, നേരത്തെ പറഞ്ഞ ആയിഷയുടെ ഭർത്താവ്. ഈ പറഞ്ഞ പോലെ ഈ 5 കഥാപാത്രങ്ങളിലൂടെ കഥ കടന്നു പോകുമ്പോൾ എന്താ പറയാ ഉപകഥാപാത്രങ്ങളായിട്ട് ആമിനയും മാളുവും മൻസൂറും ഒക്കെ കടന്നു വരുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും പറയാനുള്ളത് നമ്മുടെയൊക്കെ ജീവിതവുമായി തട്ടിച്ചു പോകുന്ന അനുഭവങ്ങളും സ്നേഹങ്ങളും ഒക്കെയാണ്. ഈ കഥ അല്ലെങ്കിൽ ഈ കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രണയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മലയാളത്തിൽ ഇറങ്ങിയ ഒട്ടനവധി ഫിക്ഷനുകളിൽ പ്രണയം കേന്ദ്ര കഥാപാത്രമായി അല്ലെങ്കിൽ പ്രണയം പ്രധാന പരിസരമായി അവതരിപ്പിക്കപ്പെട്ട ഒട്ടനവധി നോവലുകളും കഥകളും ഉണ്ട്. പക്ഷെ ഈ പുസ്തകം മറ്റു ഫിക്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു തലം എന്നുള്ളത് പരമ്പരാഗതമായി നമ്മുടെ കഥകളിലും നോവലുകളിലും ഒക്കെ പറഞ്ഞു പോയിരുന്ന പ്രണയത്തിന്റെ ഒരു തലത്തെ റദ്ദ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രണയം എന്നാൽ ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന മനസ്സിലാക്കിയിരുന്ന വിചാരങ്ങൾക്കപ്പുറത്ത് പ്രണയത്തെ സൗഹൃദത്തോട് ചേർത്ത് വെച്ച് സൗഹൃദത്തിന്റെ ഒരു ആകാശത്തെ തുറന്നു വെക്കുന്ന ഒരു പുസ്തകം ആണ് ഇത് എന്നുള്ളതാണ്. സ്നേഹവും ഇഷ്ടവും പ്രണയവും സ്നേഹവും ഇഷ്ടവും പ്രണയവും സൗഹൃദവും ഒരുപോലെ എന്താ പറയാ ഏറ്റുമുട്ടുന്ന ഒരു ഇടം കൂടിയാണ് ഈ പുസ്തകം എന്നുള്ളത്. ഈ പുസ്തകത്തിന്റെ കഥ അബൂക്കയുടെ ഒരു എന്താ പറയാ നഷ്ടപ്രണയവും അബൂക്കയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു ഇഷ്ടപ്രണയവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു ഒഴുക്കാണ് ഈ പുസ്തകം എന്നുള്ളത്. അബൂക്ക എന്താ പറയാ ഒരു കച്ചവട തൽപരനായ ഒരു മനുഷ്യനാണ്. വലിയ എന്താ പറയാ ശരാശരിക്ക് താഴെ മാത്രം സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ ജനിച്ച് കച്ചവട തൽപരനായി മാറുന്ന ഒരു മനുഷ്യൻ. അബൂക്കയുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു പ്രണയം, അതാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു പരിസരം എന്നുള്ളത്. അബൂക്കയും അതേപോലെ ഹസനിക്കയും ആയിഷയും ഒരേ ക്ലാസ്സിൽ മദ്രസയിൽ പഠിച്ചിരുന്ന 3 സുഹൃത്തുക്കളാണ്. അബൂക്കക്ക് ആയിഷയോട് ഇഷ്ടം തോന്നുന്നുണ്ട് ചെറിയ പ്രായത്തിൽ. അത് അവർ വളരും തോറും ആ ഇഷ്ടം പ്രണയമായി മാറുകയും പ്രണയം അതിന്റെ എന്താ പറയാ പാരമ്യത്തിലെത്തി അബൂക്കയുടെ മനസ്സിൽ ഇങ്ങനെ ഉറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അബൂക്കയുടെ പുറത്തു പറയാൻ അല്ലെങ്കിൽ ആയിഷയോട് പറയാനുള്ള ധൈര്യം അബൂക്കക്ക് ഉണ്ടാകുന്നില്ല. കാരണം അബൂക്ക ഒരു ചായക്കടക്കാരന്റെ മകനായി ജനിച്ച് വളർന്ന് ശരാശരിക്ക് താഴെ ജീവിത നിലവാരം വെച്ച് പുലർത്തുന്ന ഒരാളാണ്. ആയിഷ ഒരു മരക്കച്ചവടക്കാരന്റെ മകളാണ്. ആ പ്രദേശത്തെ എന്താ പറയാ ധനാഢ്യനായ ഒരു കച്ചവടക്കാരന്റെ മകൾ. അതുകൊണ്ട് തന്നെ ഈ പ്രണയം ഇവർക്ക്
പരസ്പരം പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. പരസ്പരം എന്നല്ല, അബൂക്കക്ക് ആയിഷയോട് പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കാലങ്ങൾ കടന്നു പോകാണ്. ആയിഷ പേർഷ്യക്കാരനായ ഹംസക്കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് പോകുന്നു. അബൂക്ക ഖദീജയെ വിവാഹം ചെയ്യാണ്. ആയിഷയോട് അബൂക്കക്ക് ഉണ്ടായിരുന്ന പ്രണയം ഭൂമിയിൽ രണ്ട് പേർക്കേ അറിയുള്ളൂ. ഒന്ന് അബൂക്കക്ക് തന്നെയാണ്, രണ്ടാമത്തേത് ഖദീജക്കും. ആയിഷക്ക് പോലും അബൂക്കക്ക് പ്രണയമുണ്ടായിരുന്നു തന്നോട് എന്നുള്ളത് അവരറിയുന്നില്ല. കഥയുടെ തുടക്കത്തിൽ ആയിഷയുടെ മരണ വിവരമാണ് ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ആയിഷ മരിച്ചിരിക്കുന്നു. പേർഷ്യയിൽ പ്ലാഗ് ബാധിച്ച് ആയിഷ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത നാട്ടിലെ ചായക്കടയിലെത്തുകയും അത് അബൂക്ക അറിയുകയും ചെയ്യുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ട് വിഷമിതനായി അബൂക്ക വീട്ടിലെത്തുമ്പോൾ അബൂക്കയുടെ മുഖത്തുള്ള മാറ്റം കാണുമ്പോൾ തന്നെ ഖദീജ മനസ്സിലാക്കാണ് എന്തോ പ്രയാസമുള്ള ഒരു സംഗതി അബൂക്കയുടെ മനസ്സിനെ ഉലച്ചിട്ടുണ്ട്. ചോദ്യത്തിന് ഉത്തരമായിട്ട് അബൂക്ക പറയുന്നു, ആയിഷ മരിച്ചു. ഏത് ആയിഷ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടതില്ലാത്ത വിധം അബൂക്കയെ ഉലക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു മരണം അത് ആയിഷ എന്ന പേരിലാണെങ്കിൽ ആ ആയിഷ തൻ്റെ പ്രിയതമന്റെ ആദ്യ പ്രണയിനിയായിരിക്കുമെന്ന് ഖദീജ തിരിച്ചറിയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്നുള്ളത്, ഇവർ തമ്മിലുള്ള പ്രണയത്തെ സ്വന്തം പ്രിയതമൻ അല്ലെങ്കിൽ ഖദീജയുടെ ഏറ്റവും പ്രിയപ്പെട്ടവന് ആയിഷയോട് പ്രണയമുണ്ടായിരുന്നു എന്നുള്ളത് ഖദീജയെ ഒരു തരത്തിലും അലട്ടുന്നില്ല എന്നുള്ളതാണ്. ആ പ്രണയത്തെ, ഏറ്റവും സുന്ദരമായ അല്ലെങ്കിൽ വിശുദ്ധമായ ആ പ്രണയത്തെ അതേ അർത്ഥതലത്തിൽ ഖദീജ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള ഒരു 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 പരിസരത്ത് നിന്നാണ് കഥ മുന്നോട്ട് പോകുന്നത്. അബൂക്കയുടെ വീട്ടിൽ നിന്ന് ഖദീജയും കൂടി ആയിഷയുടെ വീട്ടിലേക്ക് ആയിഷയുടെ മയ്യത്ത് കാണാൻ പോകുന്നുണ്ട്. അതിനു മുന്നേ ഹസനുക്ക എന്നുവെച്ചാല് അബൂക്കയുടെ സുഹൃത്ത് ആയിഷയുടെ മരണവിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ കളിക്കൂട്ടുകാരിയായ ആയിഷയുടെ മരണവിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് അബൂക്കയുടെ വീട്ടിലെത്തുന്നുണ്ട്. പക്ഷെ വിവരം പറയേണ്ടതില്ലാത്ത വിധം അബൂക്കയുടെ മുഖം കാണുമ്പോൾ തന്നെ വിഷയം അറിഞ്ഞിട്ടുണ്ട് എന്ന് ഹസനിക്ക് ധരിക്കാണ്. ഒരു സൗഹൃദത്തിനിടയിൽ സംഭവിക്കുന്ന ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ മനോഹരമായി ആ സന്ദർഭത്തിൽ കഥാകാരൻ ആവിഷ്കരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള വിഷമം അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുള്ള മാറ്റം, നമ്മുടെ സംസാരത്തിലുള്ള ഇടർച്ച, ഇതൊക്കെയും നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളെ തിരിച്ചറിയാവുന്ന തരത്തിൽ ഹസൻ എന്ന് പറയുന്ന സൗഹൃദത്തെ മനോഹരമായി പുസ്തകം വരച്ചിടുന്നുണ്ട്. പ്രണയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രണയത്തെക്കുറിച്ച് പരമ്പരാഗതമായ സങ്കല്പങ്ങളെയൊക്കെയും പുസ്തകം എന്താ പറയാ അടിച്ചിടുന്നുണ്ട്, റദ്ദ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുസ്തകത്തിന്റെ വരികളിലൂടെ കടന്നു പോയാൽ അത് കാണാൻ സാധിക്കും. എന്താ പറയാ, ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ഒഴുക്ക് എന്നതിനപ്പുറത്ത് കഥാപരിസരത്തെ വ്യത്യസ്തങ്ങളായ രീതിയിൽ പുസ്തകം ആവിഷ്കരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വ്യത്യസ്തങ്ങളായ രീതിയിൽ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളെ ചേർത്ത് വെച്ച് കഥയെ ഇങ്ങനെ മനോഹരമായി കൊണ്ടുപോകുന്ന ഒരു പുതിയ ആഖ്യാന രീതി ഈ പുസ്തകം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ദൃശ്യം സിനിമ വന്ന സമയത്ത് മലയാളത്തിലെ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എന്താ പറയാ ചിത്രീകരണ രീതിയാണ് ദൃശ്യം സിനിമയിൽ നമ്മൾ കണ്ടത്. ഒരു സിനിമയുടെ സീക്വൻസ് ഇങ്ങനെ തുടർച്ചയായി പോകുന്നതിന് പകരം വ്യത്യസ്തങ്ങളായ പരിസരങ്ങളെ ഇങ്ങനെ ചേർത്ത് വെച്ച് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി പോലെയാണ് ഈ പുസ്തകം പോകുന്നത്. ഇതിൽ പറയുന്നുണ്ട്, പ്രണയത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാട് പുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ആ വരികളിൽ ഇങ്ങനെ വായിക്കാൻ പറ്റും. ചിലപ്പോൾ തോന്നും പ്രണയം അതിങ്ങനെയൊക്കെയാണെന്ന്, പക്ഷേ ചില കഥകൾ, ചില കാഴ്ചകൾ പ്രണയത്തിന്റെ ഭീകരതയെ കാണിക്കും. 4 വീട് അപ്പുറത്തുള്ള കുൽസുത്ത 2 കുട്ടികളെ വിട്ടിട്ട് അങ്ങേപ്പുറത്തെ കാദറിനൊപ്പം പോയതും പ്രണയം തന്നെയാണോ എന്ന് തോന്നിപ്പോകും. ഒരു വശത്ത് നോക്കുമ്പോൾ എനിക്ക് പ്രണയം ഏറെ ഭംഗിയുള്ളതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായി തോന്നും. മറുവശത്ത് ഇഷ്ടപ്പെടുന്നവർക്ക്
ഭീകരമായ തകർച്ചകൾ ഉണ്ടാക്കുന്ന ഒന്നും. കുൽസുത്ത പോയിട്ടും കരീംക ഇപ്പോഴും പെണ്ണ് കെട്ടാതെ അവരെ ഓർത്തു കഴിയുന്നത് കാണുമ്പോൾ എന്തിനാണ് മനുഷ്യർ ഇത്ര ആഴത്തിൽ മറ്റൊരു മനുഷ്യനിൽ ഒരു ചതുപ്പു നിരത്തിൽ കാൽ ചവിട്ടിയതുപോലെ കയറി വരാൻ പറ്റാത്ത വിധം പെട്ടുപോകുന്നതെന്നും ഓർക്കാറുണ്ട്. പ്രണയം ഓർമ്മകളിലൊക്കെ ഓർക്കും തോറും പ്രണയിക്കും തോറും മനുഷ്യനെ അതിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോയി മുക്കിക്കൊല്ലുന്ന ഒന്നാണ്. അതിൽ നിന്ന് ഒറ്റയടിക്ക് കര കയറുക അത്ര എളുപ്പമല്ല. ഇപ്പൊ പ്രണയത്തെ കുറിച്ച് സാധാരണ നമ്മൾ പറയാറുള്ളത് പ്രണയം പലപ്പോഴും ഒന്നിലേക്ക് മനുഷ്യനെ ചുരുക്കും എന്നാ പറയാറുള്ളത് അല്ലെ. നമ്മുടെ കാഴ്ചയെ, നമ്മുടെ വിചാരത്തെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ സമയത്തെ ഒക്കെ പ്രണയിക്കപ്പെടുന്ന ഒന്നിലേക്ക് ചുരുക്കുന്നതാണ് പ്രണയം എന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷെ സൗഹൃദത്തിന് ആകാശത്തോളം വിശാലമായ തലമുണ്ട് എന്ന് പുസ്തകം വിശദീകരിക്കുന്നത് സൗഹൃദം എന്ന ആകാശത്തെയാണ്. പ്രണയം എന്നതിനെ ഒരു കാലുഷ്യത്തിന്റെ തകർച്ചയുടെ ഒരു വക്കിലേക്ക് കൊണ്ടുപോകാതെ സൗഹൃദം എന്ന വിശാലതയെ സൃഷ്ടിക്കാനാണ് പുസ്തകം ശ്രമിക്കുന്നത്. ഇവിടെ ആയിഷ എന്ന കഥാപാത്രം ആ സൗഹൃദത്തിന്റെ മൂർത്തതയായിട്ടാണ് കഥാകാരൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷെ ആയിഷക്ക് അബൂക്കയോടുള്ളത് സൗഹൃദമാണ്, പക്ഷെ അബൂക്കക്ക് തിരിച്ചുള്ളത് പ്രണയവുമാണ്. ഈ രണ്ടും തമ്മിലുള്ള ഒരു കൊളാപ്സ് ഇതിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ വരുന്ന ഖദീജ ഭർത്താവിന്റെ പ്രണയത്തെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു, ആ വിശുദ്ധ പ്രണയത്തെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒരു മാസ്മരികത കൂടി നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. മാത്രമല്ല എന്താ പറയാ, പുസ്തകത്തിന്റെ ഈ ഒരു പുരോഗതിയിൽ ഈ സൗഹൃദത്തിന്റെ ആഴം വല്ലാതെ പ്രകടമാകുന്നുണ്ട്. ഇതില് ആയിഷ പേർഷ്യയിൽ വെച്ച് പ്ലാഗ് ബാധിച്ച് മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഖദീജക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്. അതേപോലെ അബൂക്കും എഴുതുന്ന ഒരു കത്തുണ്ട്. ഒരു 3 കത്തുകൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. ഈ 3 കത്തുകൾ സൗഹൃദത്തിന്റെ ഒരു വല്ലാത്ത തലത്തെ ആവിഷ്കരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിലെ ഏറ്റവും മാസ്റ്റർ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ആ കത്തുകളാണ്. ആ കത്തുകളിൽ ഓരോന്നും അങ്ങനെയാണെന്നുള്ളതാണ്. ഇങ്ങനെ കാണാതെ വെച്ചാല് അബൂക്കയും ആയിഷയും തമ്മിൽ കാണുന്നില്ല. അവര് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് പേർഷ്യയിലേക്ക് പോയതാണ്. അബൂക്ക ആ പ്രണയം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്, ആയിഷ സൗഹൃദവും കൊണ്ട് നടക്കുന്നുണ്ട്. ഒരിക്കൽ പോലും കാണാതെ, അറിയാതെ, പരസ്പരം സംസാരിക്കാതെ, വിശേഷങ്ങൾ പങ്കുവെക്കാതെ, ഇടപഴകാതെ ഇരുന്നിട്ടും അവർ തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും കെട്ടുപോകുന്നില്ല എന്നത് കൂടി ഈ പുസ്തകത്തെ മനോഹരമാക്കുന്ന ഒരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകം വായിച്ച് ആസ്വാദനത്തിന്റെ തലത്തെ സ്വീകരിക്കേണ്ട ഒന്നാണെന്നാണ് തോന്നുന്നത്. അതിൽ ഓരോന്നും അത്രമേൽ ഒരു സിനിമാറ്റിക് ഡ്രാമ എന്ന് പറയുന്ന പോലെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു കുളിർമ ഉണ്ടാക്കുന്ന തരത്തിൽ സംഭവിക്കുന്ന ഒന്നുകൂടിയാണെന്നുള്ളതാണ്. ഞാനിതിന്റെ മുഴുവൻ വശങ്ങളിലേക്ക് പോകുന്നില്ല, പുസ്തകം വായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റു ചില കഥാപാത്രങ്ങളെ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഒരു ആമിനയാണ്. അത് ഖദീജയുടെ സഹോദരിയാണ്. ഇവിടെ ഒരു ഭാഗത്ത് ഖദീജ തന്റെ ഭർത്താവിന്റെ നഷ്ടപ്രണയത്തെ അതേ അർത്ഥത്തിൽ അതേ വിശുദ്ധിയോടുകൂടി സ്വീകരിച്ച് അവർ തമ്മിലുള്ള സ്നേഹത്തിൽ എന്താ പറയാ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകുമ്പോൾ അപ്പുറത്ത് ആമിനയുടെ ഭർത്താവ്, ആമിനയും ഇതേപോലെ പ്രണയത്തിൽപ്പെട്ട് ആദ്യ രാത്രി തന്നെ തന്റെ ഭർത്താവിനോട് തന്റെ പ്രണയത്തെ കുറിച്ച് പറയുകയും ആ ഏറ്റുപറച്ചിൽ ഒരു സംശയമായി വളരുകയും അത് അവരുടെ കുടുംബജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിൽ ഖദീജയും അബൂക്കയും ഇടപെട്ട് അവർക്കിടയിൽ എന്താ പറയാ വേർപിരിയലാണ് നല്ലത്, അത്തരം സംശയങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിലയിൽ ഒരു വേർപിരിയലിന്റെ പരിസരത്ത് ഖദീജയും അബൂക്കയും സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ ഒരേ സമയം പ്രണയവും സൗഹൃദവും ഉണ്ടാക്കുന്ന നന്മയുടെ വശങ്ങളെയും പ്രണയവും സൗഹൃദവും ഉണ്ടാക്കുന്ന സംശയത്തിന്റെ കാലുഷ്യത്തെയും പുസ്തകം ഒരേപോലെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എങ്ങനെയാണ് അതിന് സൊല്യൂഷൻ, അതിൽ നിന്ന് മുറിച്ചു കടക്കാനുള്ള, പുറത്ത് കടക്കാനുള്ള വഴി എന്ത് എന്നുള്ളത് കൂടി പുസ്തകം പറഞ്ഞു വെക്കുന്നുണ്ടെന്നുള്ളത്. ഈ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു തലത്തെയാണ് ഖദീജയുടെ സഹോദരി ആമിനയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ഈ പുസ്തകം വരച്ചിടുന്നത്. ആമിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ആമിനയെ തള്ളിപ്പറഞ്ഞ് ഭർത്താവിന്റെ ക്രൂരതകളിലേക്ക് പറഞ്ഞയക്കുന്നതിന് പകരം അവളെ ചേർത്ത് പിടിച്ച് അവൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഒപ്പം കൂട്ടുക എന്നുള്ളൊരു വിശാലത ഈ ഇതിൽ വരുന്നുണ്ട്. അതേപോലെ മറ്റൊരു കഥാപാത്രം മൻസൂറാണ്.
മൻസൂറിനെ സംബന്ധിച്ചിടത്തോളം അബൂക്കയുടെ പാർട്ട്ണറായിട്ട് കച്ചവടത്തിലേക്ക് വരുന്നയാളാണ്. അബൂക്കയെ കച്ചവടത്തിന്റെ മധ്യത്തിൽ വെച്ച്, അല്ലെങ്കിൽ കച്ചവട സഞ്ചാരത്തിന്റെ മധ്യത്തിൽ വെച്ച് മൻസൂർ പറ്റിക്കുകയും അബൂക്ക എല്ലാം നഷ്ടപ്പെട്ടവനായി മാറുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അബൂക്കക്ക് കൊടിയ വഞ്ചനയാണ് തന്നോട് മൻസൂർ ചെയ്തത് എന്ന് ബോധ്യമുണ്ടെങ്കിലും മൻസൂറിനെ കൈയൊഴിയാൻ അബൂക്ക തയ്യാറാകുന്നില്ല എന്നുള്ളൊരു മാനുഷികതയുടെ ഒരു വലിയ തലം ഒരുപക്ഷെ നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വലിയ വിശാലതയെ പുസ്തകം തുറന്നു വെക്കുന്നുണ്ട്. അബൂക്കയുടെ വാപ്പയുടെ സുഹൃത്തിന്റെ മകനാണ് മൻസൂർ. മൻസൂർ നാട്ടില് പണിയൊന്നുമില്ലാതെ നടന്നപ്പോ അബൂക്ക കൂട്ടിക്കൊണ്ടുപോയി കച്ചവടത്തിൽ പങ്കാളിയാക്കിയിട്ട് അതേ കച്ചവടത്തിൽ അബൂക്കയെ പറ്റിച്ച് മുങ്ങുന്ന ഒരു കഥാപാത്രമാണ് മൻസൂർ. പക്ഷെ അബൂക്ക തന്റെ വാപ്പമാർ തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ഭാഗമായി പരിചയപ്പെട്ട മൻസൂറിനെ അദ്ദേഹം കൈയൊഴിയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ എന്താ പറയാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ തലങ്ങളെയും മനോഹരമായി ആവിഷ്കരിച്ച് ഒരുപക്ഷെ അവിശ്വസനീയമാകുന്ന തരത്തിൽ സ്നേഹത്തെയും ഇഷ്ടത്തെയും പ്രണയത്തെയും സൗഹൃദത്തെയും ഒക്കെ വരച്ചിട്ടുകൊണ്ട് കടന്നു പോകുന്ന ഒരു പുസ്തകമാണ് ഖദീജ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ കാലം ഈ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചത് എന്ന് തോന്നാറുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആയിഷ പ്ലാഗ് ബാധിച്ചിട്ടാണ് മരിക്കുന്നത്. ഖദീജയുടെ മരണം കോളറ ബാധിച്ചിട്ടാണ്. നാട്ടിലെ കോളറ ബാധിച്ച് അവര് മരണപ്പെടുന്നുണ്ട്. അതിനിടയിൽ ഇവര് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുന്ന ഒരു രംഗം കടന്നു വരുന്നുണ്ട്. അതിന് എന്താ പറയാ, കപ്പൽ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തത്തിൽ അപകടത്തിൽപ്പെടുന്ന കോളറ ബാധിച്ച് പ്രയാസപ്പെടുന്ന ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതില് എല്ലാ ഭാഗങ്ങളിലും ഇപ്പറഞ്ഞ പോലെ മനുഷ്യർ തമ്മിലുള്ള ചേർത്ത് പിടിക്കലിന്റെ പങ്കുവെക്കലിന്റെ ഒക്കെ വലിയ അർത്ഥതലത്തെയാണ് ഈ പുസ്തകം പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വായിക്കപ്പെടേണ്ട ഒന്നാണ്. ഇത്രമേൽ ആളുകൾ വായിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. പുസ്തകത്തിന്റെ തുടക്കത്തിൽ അതിന്റെ മുഖക്കുറിപ്പായി പറയുന്ന സംഗതി, പകരം വെക്കാനാവാത്ത മനുഷ്യരുണ്ടാകും ജീവിതത്തിൽ. ആരുടെയെങ്കിലും ജീവിതത്തിൽ നമ്മളും പകരം വെക്കാനാവാത്ത മനുഷ്യനാവുക എന്നത് മാത്രമേ ആ മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ പകരം വെക്കാത്ത മനുഷ്യർ നമുക്കുണ്ടാകും. മറ്റുള്ള മനുഷ്യരിലും നമ്മൾ ആ രൂപത്തിൽ പകരം വെക്കാനാകാത്ത ഒന്നായി മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഇതിന്റെ ഒടുക്കവും ആ രൂപത്തിലാണ്. കുൽസുവിന്റെ മകൾ ഖദീജയുടെ മകൾ കുൽസു, ഖദീജ മരണപ്പെട്ട് ഉമ്മ എവിടെ എന്ന് ചോദിച്ചു വരുമ്പോ അബൂക്ക പറയുന്ന മറുപടിയോട് കൂടിയാണ് കഥ അവസാനിക്കുന്നത്. അതിങ്ങനെയാണ്: ഖദീജ, ഞാൻ നിന്റെ മൈലാഞ്ചിയിൽ നിന്നും കുറച്ചു മൈലാഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. കുൽസുവിന് കയ്യിൽ ഇട്ട് കൊടുക്കാനാണ്. ഉമ്മാനെ കാണണമെന്ന് പൂതി പറയുമ്പോ എനിക്ക് ഓളോട് പറയാലോ, 2 കൈയും മൂക്കിനോട് അടുപ്പിച്ച് കണ്ണടച്ച് മണത്താൽ മതിയെന്ന്, അത് നിന്റെ ഉമ്മാന്റെ മണമാണെന്ന്. ഈ രൂപത്തില് വശ്യമായ വാക്കുകൾ കൊണ്ട് സ്നേഹത്തെയും സൗഹൃദത്തെയും ഇഷ്ടത്തെയും പ്രണയത്തെയും ഒക്കെ മനോഹരമായി വരച്ചിരുന്ന ഒരു പുസ്തകമാണിത്. അബൂക്കക്ക് ആയിഷയോടുണ്ടായിരുന്ന വിശുദ്ധ പ്രണയം, അബൂക്കക്ക് ഖദീജയോടുണ്ടായിരുന്ന ഇഷ്ടപ്രണയം, അതേപോലെ അബൂക്കക്ക് ഹസനക്കയോടുണ്ടായിരുന്ന സൗഹൃദം, അബൂക്കക്ക് മൻസൂറിനോടുണ്ടായിരുന്ന സ്നേഹവും കരുതലും, ഖദീജക്ക് ആമിനയോടുണ്ടായിരുന്ന ചേർത്തുപിടിക്കൽ, അതേപോലെ ഖദീജയുടെ തന്നെ സുഹൃത്തായിരുന്ന മാളു എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളോട് എങ്ങനെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന ഒരു ഇടപെടലിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ വഴികളൊക്കെയും ഈ പുസ്തകം തുറന്നിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാടകീയമായ ഒട്ടനവധി ഒട്ടനവധി പരിസരങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. ആയിഷക്ക് നേരത്തെ പറഞ്ഞ പോലെ അബൂക്ക സുഹൃത്തായിരുന്നു. ഖദീജയെയും സുഹൃത്തായി കിട്ടാൻ ആയിഷ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ ആഗ്രഹം നടക്കാതെയാണ് അവർ മരിച്ചു പോകുന്നത്. തന്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ആയിഷ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. അതൊരു കത്തായിട്ട് ആയിഷ ഖദീജയോട് പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ആ കത്തിലെ വരികൾ ഇങ്ങനെയാണ്:
ഇതെന്റെ ഒരു സമ്മാനമാണ്. ഈ ഉടുപ്പ് നിനക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ തന്നെ തയ്ച്ചതാണ്, സംശയമൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ നിന്റെ തയ്ക്കുന്നതിലെ മികവ് ഞാൻ ഉമ്മയുടെ കത്തിലൂടെ വായിച്ചിരുന്നു. അപ്പോ എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഇത് നിനക്ക് തരാൻ പദ്ധതിയിട്ടത്. ഇത് നിന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്നെങ്കിലും നേരിട്ട് കാണുമ്പോൾ തരണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ലടോ. എനിക്ക് തന്നെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപാട് കഥകൾ പറയാൻ ഞാൻ മാറ്റിവെച്ചിരുന്നു. കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ താമസിക്കണമെന്നും കരുതിയിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ആ സമ്മാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ സമ്മാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അബൂക്കക്ക് കച്ചവടത്തിൽ നഷ്ടം വന്നപ്പോ ആമിന ഒരു ടൈലറിങ് യൂണിറ്റ് തുടങ്ങാണ്, ഭർത്താവിന് കൈത്താങ്ങാകാൻ വേണ്ടിയിട്ട്. ആ ഒരു പരിസരം കൂടി ഇതിൽ വരുന്നുണ്ട്. ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തെ എങ്ങനെ നിലനിർത്താം, അല്ലെങ്കിൽ ഭർത്താവിന് സഹായമാകുന്ന തരത്തിൽ ഭർത്താവിനുണ്ടാകുന്ന നഷ്ടങ്ങളിൽ തളർന്നു പോകാതെ എങ്ങനെ സ്വയം പര്യാപ്തതയോടെ കുടുംബത്തെ കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടിയാണിത്. അങ്ങനെ ടൈലറിങ് യൂണിറ്റ് ആരംഭിക്കുന്ന ഖദീജയുടെ അടുത്തേക്ക് ഒരു പയ്യൻ കടന്നു വരാണ്. ഒരു നല്ല എന്താ പറയാ, പേർഷ്യയിൽ നിന്നുള്ളൊരു തുണിയാണ്. അത് വെച്ചിട്ട് ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അളവ് എവിടെയെന്ന് ചോദിച്ചപ്പോ ഖദീജയുടെ തന്നെ അളവ് ഉള്ളത് മതി, ഇത് ഇയാളുടെ അതേപോലെയുള്ള ഒരു ശരീരപ്രകൃതമാണ് എന്ന് പറയാണ്. അങ്ങനെ തയ്ച്ചു കൊടുക്കാണ്. ആ സാധനമാണ് ഈ കത്തിൽ പറഞ്ഞ ആയിഷയുടെ സമ്മാനമായിട്ട് ഖദീജക്ക് കൊടുത്തയക്കുന്നത്. ഇങ്ങനെ ഈ രൂപത്തിൽ ഈ സൗഹൃദത്തിന്റെ നാടകീയത പുസ്തകത്തിന്റെ എല്ലാ തലങ്ങളിലും ഉണ്ടെന്നുള്ളതാണ്. സങ്കടം വരാം, സന്തോഷം വരും, മനസ്സിൽ വല്ലാത്ത ഒരു ആനന്ദം എന്താ പറയാ പൊട്ടിവിടരും. അത്തരത്തിൽ മനുഷ്യരുടെ വൈകാരികതയുടെ സകല തലങ്ങളെയും തൊട്ടുപോകുന്ന ഒരു മനോഹരമായ പുസ്തകം എന്ന നിലക്ക് ഏതാണ്ട് 126 പേജ് മാത്രമുള്ള പുസ്തകമാണിത്. ഇത് എല്ലാവരെയും സ്വാധീനിച്ചത് ഈ തരത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ നനവുള്ള വിചാരങ്ങളെ ജ്വലിപ്പിക്കുന്ന ഒന്നായി ഈ പുസ്തകത്തിന് മാറാൻ സാധിച്ചത് കൊണ്ടാണ് ഇത് വായിക്കേണ്ടതുണ്ട്. ഇത് പ്രത്യേക ഇതൊരു സിനിമാറ്റിക് ഡ്രാമ എന്ന നിലയിൽ കടന്നു പോകുന്ന ഒരു പുസ്തകമായതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞു ഫലിപ്പിക്കുക എന്നതിനപ്പുറത്ത് വായിച്ചനുഭവിച്ച് സംതൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും ഈ പുസ്തകം ഇങ്ങനെ ചർച്ചക്കെടുത്തതിൽ നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അതിനപ്പുറത്ത് ഇങ്ങനെ പുസ്തകം ചർച്ച ചെയ്യുന്നിടത്തേക്ക് മാറുക എന്നുള്ള നിങ്ങളുടെ ഒരു ലക്ഷ്യത്തെയും എയിമിനെയും അഭിനന്ദനപൂർവ്വം അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വായിക്കാത്തവർക്ക് വായിച്ച ഒരു പ്രതീതി തരുന്ന തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണമെങ്കിൽ പറയാം. നദീർക്ക, വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുത്ത് കണ്ടതിന്. കഴിഞ്ഞ ദിവസം വായനാ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ കൂടിച്ചേർന്നപ്പോ ഞാന് അങ്ങയുടെ ഫേസ്ബുക്ക് എഴുത്തിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അതിന്റെ വൈവിധ്യങ്ങളായ കുറിപ്പുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുകൂടെ ഇവിടെ ഒന്ന് ചേർത്ത് വെക്കുന്നു എന്ന് മാത്രം. നല്ല അവതരണം. ഖദീജ എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് ഫബീദ മുഹമ്മദ് എന്ന കുട്ടി കഴിഞ്ഞ ദിവസം അവൾ വായിച്ച ഒരു ചെറിയ അനുഭവം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പോ അതേ തുടർന്ന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ ഇന്ന് നമ്മൾ നടത്തി. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് ദ പാർട്ട് ഓഫ് ദ ലിറ്റററി ലെൻസ് പ്രോഗ്രാം ഓർഗനൈസ്ഡ് ബൈ അവർ ലിറ്റററി ലെൻസ്. ഹലോ സർ. സർ വളരെ നല്ല രീതിയിൽ തന്നെ ഹദീസ എന്ന് പറഞ്ഞ ബുക്ക് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സാറ് ആ ബുക്ക് വായിക്കാനുള്ളൊരു തിരിയിട്ട് തരികയാണ്, നമ്മുടെ മനസ്സിലേക്ക് ഒരു തിരിയിട്ട് തരികയാണ് ചെയ്തത്. സാറ് പറയുമ്പോ ആ അബൂക്കയുടെയും ഖദീജയുടെയും ആയിഷയുടെയും ഒക്കെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. ഇപ്പോ ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഫെയിമായി നിൽക്കുന്ന ഒരു ബുക്കാണല്ലോ. അപ്പൊ എന്തായാലും വായിക്കാനുള്ളൊരു ഇഷ്ടം നമ്മുടെ മനസ്സിൽ സാറിന്റെ വാക്കുകൾക്ക് ഇട്ടുതരാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
ഹലോ സർ. ആ, സാറ് പറയുമ്പോ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോ നമുക്കൊരു വായനയെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങുമ്പോ ആദ്യം തന്നെ പറഞ്ഞു ഒരുപാട് ബന്ധങ്ങൾ ഇതിലിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആ ബന്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് സിനിമാറ്റിക് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്ന ഒരു ബുക്കാന്നൊക്കെ പറഞ്ഞപ്പോ കഥ ഇങ്ങനെ പ്ലോട്ട് ഇങ്ങനെ വന്നപ്പോ എനിക്ക് കുറച്ചുകൂടെ കേറിയപ്പോ അത് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോ എനിക്ക് തോന്നുന്നു അത് എത്രത്തോളം ഉണ്ട് ഈ ബുക്ക്, ഈ ഒരുപാട് ഉണ്ടോ എന്ന് ഞാൻ സത്യം പറഞ്ഞ പേജ് നമ്പർ എത്ര ഉണ്ടെന്ന് സാർ, എത്ര പേജ് നമ്പർ ഓഫ് പേജസ് ഉണ്ടെന്ന് സാറിനോട് ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ട് പോയി. ഓരോ കഥാപാത്രങ്ങളും കണ്ടിട്ടില്ലെങ്കിലും വായിച്ചിട്ടില്ലെങ്കിലും നമുക്കത് മനസ്സിൽ പറയുന്ന അവസാനം ഖദീജയുടെ മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ അള്ളാ എന്നുള്ള സത്യം ആ ഒരു ഫീലിംഗ് കിട്ടി സാറിന്റെ പ്രസന്റേഷനിൽ നിന്ന്. അപ്പോ തീർത്തും ഒരു 126 പേജിലാണ് നമുക്ക് ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഒക്കെ തരണമെന്ന് സാറ് പറഞ്ഞപ്പോ വളരെ ബ്യൂട്ടിഫുൾ ആയി തോന്നി. എന്തായാലും വായിക്കണം തോന്നി. താങ്ക് യു ഫോർ യുവർ പ്രസന്റേഷൻ സർ. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഹലോ സാർ, വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. സാറിന്റെ ഫേസ്ബുക്കിലുള്ള പോസ്റ്റുകളൊക്കെ വല്ലവരും സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് കാണാറുണ്ട്. സമകാലിക വിഷയങ്ങളിൽ സാറിന്റെ അഭിപ്രായങ്ങൾ വളരെ നല്ല രീതിയിൽ സാർ ഇങ്ങനെ അതിനോട് അപ്രോച്ച് ചെയ്യുന്നതൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ വാട്സപ്പിലൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ട് കാണാറുണ്ട്. അപ്പൊ വായിക്കുമ്പോൾ വളരെ കൗതുകം തോന്നാറുണ്ട്. ഓരോ വിഷയങ്ങളോട് താങ്കളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് സാറ് റിവ്യൂ ചെയ്യുമ്പോൾ അത് ഇത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുള്ളതും നമുക്ക് മുൻകൂട്ടിയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഈ ഒരു ബുക്ക് വായിക്കാത്തവർക്ക് തന്നെ അതിന്റെ ഏറ്റവും ഹൃദയഭാഗങ്ങൾ അതിലെ ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് സാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ വളരെ അതിൽ അത്രയും ഇൻവോൾവ്ഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഒക്കെ മനസ്സിലാവും. അത് വായിക്കാത്തവർക്ക് പ്രത്യേകം ഫീൽ ചെയ്യും. അപ്പൊ അതിൽ ഓരോ ഭാഗങ്ങൾ സാർ ഇങ്ങനെ എടുത്തു പറഞ്ഞു. ആ ഭാഗങ്ങൾ എടുത്തു വായിച്ചുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. പിന്നെ ഈ ഒരു ബുക്ക് വായിക്കാത്തവർ മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ഇത് വായിച്ചിട്ടുള്ള റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫബിത സാർ പറഞ്ഞ പോലെ, പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ അവൾ ഇതുപോലെ തന്നെ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വേദന അവസാനത്തിൽ ഒരു വേദനയോട് കൂടിയിട്ടുള്ള ഒരു ഫീലാണ് അവൾ പറഞ്ഞത്. അതേപോലെ തന്നെ സാർ പറഞ്ഞപ്പോഴും തോന്നിയത്. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാന്? ഹായ് സാർ, ഞാൻ ഷാദിയ. ഞാൻ സാറിനെ +2 മുതലേ കാണുന്നതാണ്. എനിക്കിപ്പോഴും സാറിന് ഓർമ്മ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ MIയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ ഫെയർവെല്ലിന്റെ ടൈമിൽ സാറ് ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി കോളേജിൽ പോയി കഴിഞ്ഞാലും +2 സാറ് മുതലേ സാറിനെ ആരാധിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പറയാണ്. സാറിന്റെ ഓരോ തോട്ടും ഞാനിപ്പോഴും എപ്പോഴും എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട്, സ്റ്റോറി ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഖദീജ ഭയങ്കര ഫെയിം ആണല്ലോ. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും റീല് കാണുമ്പോൾ വായിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പം കുറെ പേര് കരഞ്ഞിട്ടും അങ്ങനെയൊക്കെ ലാസ്റ്റ് കരഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ വായിച്ചപ്പോ. അപ്പൊ അന്ന് മുതലേ വായിക്കണം എന്ന് വെച്ചതാണ്. പിന്നെ ഖദീജ മരിച്ചു എന്ന് പറഞ്ഞപ്പോ അല്ല, ഖദീജ മരിച്ചോ എന്നുള്ള അത്രയും സാറിന്റെ സാറിന് ഇങ്ങനെ ലിങ്ക് എന്താ വരാത്തതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ സാറിനെ കാണാണ്ടായപ്പോയോ ഇത് പറ്റൂലെന്ന് വിചാരിച്ചു. എന്തായാലും ഓക്കെ. ഇന്നത്തെ സെഷൻ വൈകിട്ട് ചെയ്യാം. താങ്ക് യു എവ്രിവൺ. വൺസ് അഗൈൻ താങ്ക് യു നബീൽ സർ.